ഞാൻ എന്തുകൊണ്ടാണ് UK ചൂസ് ചെയ്ത് എൻ്റെ മാസ്റ്റേഴ്സ് നിങ്ങൾക്ക് അറിയോ? ആവറേജ് മലയാളിയുടെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് ഈ പുറത്തുപോയി പഠിക്കുന്നൊന്നുമല്ല, ഈ IELTS എന്ന് പറയുന്ന എക്സാമാണ്. അത് ഒരു സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് അതൊരു വലിയൊരു ഭീതി തന്നെയാണ്. സംഭവം വലിയ സാധനമൊന്നും ഇല്ല എങ്കിലും നമ്മളതെന്തോ ഒരു വലിയ എക്സാം എന്ന് ചോദിച്ചാൽ നമ്മളത് പേടിക്കും. ഇപ്പോൾ UK പോകാൻ മാത്രമാണ് നമുക്ക് IELTS വേണ്ടത്. യൂറോപ്പിൽ ഇപ്പോൾ ഏതെങ്കിലും രാജ്യം നോക്കുകയാണെങ്കിൽ അവരുടെ ലാംഗ്വേജ് നമ്മൾ അറിയണം. ഇപ്പോൾ ഫ്രാൻസ് ആണെങ്കിൽ ഫ്രഞ്ച് അറിയണം, ജർമ്മനി ആണെങ്കിൽ ജർമ്മൻ അറിയണം. അപ്പോൾ ഈ ഒരു ലാംഗ്വേജ് കഷ്ടപ്പെട്ടിട്ടാണ് ഇംഗ്ലീഷിനെ പഠിക്കുന്നത്. അതിൻ്റെ കൂടെ വേറെ ലാംഗ്വേജ് പഠിക്കുക എന്ന് പറഞ്ഞാൽ സെറ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നോക്കിയപ്പോൾ UK സെറ്റ്. പണ്ട് സിനിമകളിലൊക്കെ ആൾക്കാർ വന്നു പോകുന്നത് പോലെ UK നമുക്ക് ചൂസ് ചെയ്യാം. UK പോയാൽ രക്ഷപ്പെടും. ഞാൻ പോയ സമയത്ത് ഒരു മണിക്കൂറിന് എനിക്ക് 9 പൗണ്ട് എനിക്ക് സാലറി ഉണ്ട്. അതായത് ആ സമയത്ത് എനിക്ക് വന്ന് 95 രൂപ എന്തുണ്ടായിരുന്നു, സേതുങ്ങോട്ട് 900 രൂപ വെച്ചോ. അപ്പം എൻ്റെ മൈൻഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച ഒരു സ്റ്റുഡൻറ്റ് 20 മണിക്കൂർ പണിയെടുക്കാം. 20 മണിക്കൂർ പണിയെടുത്ത് കഴിഞ്ഞാൽ 150 പൗണ്ടായി. പക്ഷേ ഇന്ന് ഞാൻ എന്തുകൊണ്ട് UK ചൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. വേറെ ഒന്നുമല്ല, ഒരു മണിക്കൂർ നിങ്ങൾ പണിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 13 പൗണ്ട് കിട്ടുക. അതായത് ഒരു മാസം നിങ്ങൾ ഈ 20 മണിക്കൂർ ഒരാഴ്ച വെച്ച് നിങ്ങൾ 80 മണിക്കൂർ നിങ്ങൾ പണി ചെയ്ത് കഴിഞ്ഞാൽ 13 വെച്ചിട്ടാണെങ്കിൽ 1040 പൗണ്ട് നിങ്ങൾക്ക് സാലറി കിട്ടും. ഈ 1040 പൗണ്ട് സാലറിയിൽ നിങ്ങൾക്ക് ആകെ അവിടുത്തെ എക്സ്പെൻസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെൻറ്റിന് നിങ്ങൾ ലണ്ടനകത്താണെങ്കിൽ ഒരു 400 പൗണ്ട്സ് നിങ്ങൾ കൂട്ടിക്കുക. പിന്നെ ബാക്കി നിങ്ങളുടെ എക്സ്പെൻസ് എല്ലാം കൂടെ ഒരു 200 പൗണ്ട്സ് മാക്സിമം. അതായത് ട്രാവൽ എക്സ്പെൻസ്, ഫുഡ് എക്സ്പെൻസ്, പിന്നെ നിങ്ങൾക്ക് കുറച്ച് ചില്ലിങ്ങിന് ഒരു 100 പൗണ്ട്സ് നിങ്ങൾ എക്സ്ട്രാ വെച്ചാൽ എന്നാലും 700 പൗണ്ട്സ്. അത് ലണ്ടനകത്താണ് പറഞ്ഞാൽ. ഇപ്പോൾ ലണ്ടനകത്ത് അക്കോമഡേഷൻ 400 പൗണ്ട് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പോയ സ്റ്റുഡൻസിന് അറിയാം, അല്ലെങ്കിൽ ഓൾറെഡി നിൽക്കുന്നവർക്ക് ഒരു ധാരണയുണ്ട്. പണ്ടുണ്ടായിരുന്ന പോലെയല്ല, ഇപ്പോൾ ലണ്ടനകത്ത് അക്കോമഡേഷൻ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്, ഇഷ്ടം പോലെ. അതായത് മുന്നേ ഒരുപാട് ലാൻഡ് ലോഡ്സ് ഹോൾഡ് ചെയ്ത പ്രോപ്പർട്ടിക്ക് അവരിപ്പോൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും വിട്ടുവരുന്നുണ്ട്. പക്ഷേ കിട്ടാത്തതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് അറിയോ? ഈ സ്റ്റുഡൻസ് അലമ്പാക്കുന്നതുകൊണ്ടാണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അക്കോമഡേഷൻ കിട്ടാത്തത്. അപ്പോൾ നിങ്ങൾ നോക്കി ഇതൊക്കെയായിരുന്നു എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഫാക്ടേഴ്സ്. പിന്നെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിപ്പോൾ ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് കൂടും. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ UK എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം.